കർത്താവിൽ പ്രിയരെ, പഴയ നിയമത്തിൽ ഒരു പ്രവചനം ഇപ്രകാരം കിടക്കുന്നുണ്ട്. ജോയൽ പ്രവാചകനാണ് ആ പ്രവചനം ദൈവത്തിൻ്റെ കൃപയാൽ അത് നിർവഹിച്ചിരിക്കുന്നത്. ജോയൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം ഇപ്രകാരം പറയുന്നു: അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. അന്ന് ഒരു കാര്യം സംഭവിക്കും. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന് ജോയൽ പ്രവചനത്തിൽ, പഴയ നിയമത്തിൽ ഒരു പ്രവചനം കിടക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെ മേൽ കടന്നു വരികയും അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നാൽ ഒരു കാര്യം അവിടെ സംഭവിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ ദർശനങ്ങൾ കാണും. പ്രവചിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം അല്ലെങ്കിൽ വരങ്ങൾ അതാ അവസാന കാലത്തിൽ അല്ലെങ്കിൽ ആ നാളുകളിൽ അന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇതാ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം വചനം പറയുന്നു. മർക്കോസ് 16-ന്റെ 17 മുതൽ വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും, ഈ അത്ഭുതങ്ങൾ സംഭവിക്കും. അവസാന ആ നാളുകളിൽ അവരുടെ മേൽ ആത്മാവെ ഞാൻ പകരും, അവർ പ്രവചിക്കും. അപ്പോൾ അവസാന കാലത്ത് അല്ലെങ്കിൽ ആ നാളുകളിൽ, ഏത് നാളുകളിലാണ്, ഒരു നാളിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അവിടെ ജോയൽ പ്രവചനം പറഞ്ഞെങ്കിൽ, ഇതാ പുതിയ നിയമ കാലഘട്ടത്തിൽ ആദ്യം എഴുതിയ സുവിശേഷമായ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു. AD 58 തൊട്ട് ആ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ട ആദ്യ സുവിശേഷമായ മർക്കോസിൻ്റെ സുവിശേഷം ഇപ്രകാരം പറയുന്നു: വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ സംഭവിക്കും. ചില അടയാളങ്ങൾ സംഭവിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങൾ ഇതാ കർത്താവ് വിശ്വസിക്കുന്നവർക്കായി ദൈവം നൽകിയിരിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഫലദാന വരങ്ങളെക്കുറിച്ച് നമുക്ക് കൃപയാൽ സംസാരിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, വചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങൾ ഇതാ കർത്താവിൽ വിശ്വസിക്കുന്ന സഭയ്ക്കായിട്ട് ദൈവം നൽകിയിരിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ട് എന്നറിയത്തില്ല. പൗലോസ് എഫേസ്യ സഭയിൽ ചെന്നപ്പോൾ അവിടുത്തെ സഭയോട് ചോദിച്ചു, കർത്താവിൽ പ്രിയരെ, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? സഭയോടാണ് പൗലോസ് ചോദിച്ചത്. അവരിപ്രകാരം മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടൊക്കെ ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചാൽ, അന്ന് കാലത്ത് എഫേസ്യർ സഭ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അതെന്താണെന്ന്, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയത്ത പോലുമില്ല. കർത്താവേ, ഇന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപാവരദാനങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം അറിവുള്ളവരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ആ കർത്താവിൻ്റെ ആ വചനപ്രകാരം നമുക്ക് കൃപയാൽ മുന്നോട്ട് പോകാം. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നു. 1-3 ഇങ്ങനെ ഇപ്രകാരം പറയുകയാണ്. അവിടെ ഒരു ഫലം തരുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. സങ്കീർത്തനം 1-3: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. നീതിമാനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അവൻ എപ്രകാരമുള്ള നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ. യഥാകാലം ഫലം തരുന്ന ഒരു വൃക്ഷത്തോട് ഉപമിച്ചാണ് നീതിമാനെക്കുറിച്ച് പറയുന്നത്. ഫലം എന്ന് അവിടെ ഓർപ്പിക്കുകയാണ്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് നമുക്കൊന്ന് അന്വേഷിക്കാം.
ഇതാ ഇവിടെ നീതിമാൻ ഒരു ഫലം പുറപ്പെടുവിക്കേണ്ടത് ആകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ യെശയ്യാ പ്രവചനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് വേറൊരു കാര്യം കാണാൻ സാധിക്കും. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അതായത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെയും ദൈവം ഒരു മുന്തിരിത്തോട്ടത്തെ വെച്ച് ഉപമ പറയുകയാണ്. ദൈവം ഒരു മുന്തിരിത്തോട്ടം നട്ടു, അതിനെ നട്ട് നനച്ച് പിടിപ്പിച്ചു, അത് നല്ല ഫലം തരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിയാണ്. ഇവിടെ ഫലത്തെ ഉദ്ദേശിക്കുന്നത് ആത്മീയതയെക്കുറിച്ചാണ്, ആത്മീയ ഫലങ്ങൾ, ആത്മീയതയെക്കുറിച്ചാണ് അവിടെ ഫലമായിട്ട് കർത്താവ് അവിടെ കാണാൻ സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതേ ഫലത്തെക്കുറിച്ച് യേശു അവിടെ പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെയും മുന്തിരിച്ചെടിയും ശാഖകളെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നു, ഇവിടെ സാക്ഷാൽ മുന്തിരിച്ചെടി അത് യേശു തന്നെയാണ്, പിതാവാണ് അവിടെ കൃഷിക്കാരൻ എന്ന് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം ഇവിടെ കാണാനായിട്ട് സാധിക്കും. പറഞ്ഞു വരുന്ന ഇതാണ്, ആത്മീയതയെ ഫലമായിട്ട് വചനം പറയുകയാണ്. പുതിയ നിയമത്തിൽ ഇപ്രകാരം നമുക്ക് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാനായിട്ട് സാധിക്കും. ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ല. സ്തോത്രം ചെയ്യുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇവിടെയും പറയുന്നു, ഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ അറിയാം എന്ന് കർത്താവ് പറയുകയാണ്. എന്താണ് ഫലം? അവരുടെ അവരുടെ ഫലത്തിൽ, അവരുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം. അവരുടെ പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം. വചനം ഇപ്രകാരം പറയുന്നു, നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നമുക്കറിയാം, സങ്കീർത്തന പുസ്തകത്തിൽ ഒരു മരത്തിൻ്റെ ഫലത്തോട് നമ്മളവിടെ കണ്ടെങ്കിൽ, സങ്കീർത്തനം 1:3 കണ്ടെങ്കിൽ, ഇതാ മത്തായിയുടെ സുവിശേഷത്തിലും അതേ ആത്മീയ ഫലത്തിൻ്റെ ഉപമ ഒരു വൃക്ഷത്തെ വെച്ച് തന്നെ നമുക്ക് പറയുന്നു, നല്ല വൃക്ഷം നല്ല ഫലത്തെ പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവങ്ങൾ, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ ആത്മീയ ജീവിത രീതികൾ നല്ലതേ പുറത്തു വരൂ, അവൻ നല്ല വൃക്ഷമാണെങ്കിൽ. ഇവിടെയെല്ലാം ഒരു ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഈ ഫലം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമുക്ക് പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 ഫലങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ, എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് 9 കൂട്ടം കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 കൂട്ടം കാര്യങ്ങളെ നമുക്ക് 3 ഗണമായിട്ട് ഒരുപക്ഷെ തിരിച്ചുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. 9 കൂട്ടം കാര്യങ്ങളിൽ ആദ്യത്തെ 3 കൂട്ടം കാര്യങ്ങളാണ് സ്നേഹം, ആനന്ദം, സമാധാനം. ശ്രദ്ധിക്കണമേ, സ്നേഹം, ആനന്ദം, സമാധാനം, ഇതെല്ലാം ഒരുവന് ലഭിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവന് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ദൈവവുമായിട്ടുള്ള ബന്ധം ഒരുവൻ ഉണ്ടാകുകയാണെങ്കിൽ അവൻ എന്തെല്ലാം അനുഭവിക്കാൻ സാധിക്കും? ദൈവിക സ്നേഹം. ദൈവത്തോട് അടുക്കുമ്പോൾ മാത്രമേ ഒരുവന് ദൈവിക സ്നേഹം ലഭിക്കത്തുള്ളൂ. നമുക്കറിയാം, 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ വചനം ഇപ്രകാരം പറഞ്ഞു. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹം സർവോത്കൃഷ്ടമാണ്. നിനക്ക് എന്തെല്ലാം വരങ്ങളുണ്ടായാലും, പ്രവചിക്കാനുള്ള വരം എന്തുണ്ടായാലും, നിനക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം സ്നേഹം കൂടിയേ തീരൂ. ദൈവ പൈതലായി മാറിയാൽ അവന് ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവിക സ്നേഹം വന്നേ മതിയാവും. ദൈവത്തോടൊരുവന് അടുപ്പമുണ്ടായെങ്കിൽ മാത്രമേ ആ ദൈവിക സ്നേഹം അല്ലെങ്കിൽ ഉപാധികളില്ലാത്ത അഗാപ്പ, ദൈവസ്നേഹം അവനിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ദൈവമായിട്ടുള്ള അടുപ്പത്തിൽ ഒരുവൻ ഉണ്ടാകുന്ന ഫലങ്ങളിൽ ഒന്നാമത്തതാണ് സ്നേഹം. രണ്ടാമത്തതായിട്ട് ആനന്ദമാണ്. ദൈവിക ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഹബക്കൂക്കിൻ്റെ പുസ്തകം, പ്രവാചകൻ എഴുതിയ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണാൻ സാധിക്കും. ഹബക്കൂക്ക് 3:17 അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ദൈവത്തിലുള്ള ആനന്ദത്തെക്കുറിച്ച് പ്രവാചകൻ പറയാണ്, എന്തൊക്കെ കഷ്ടങ്ങൾ സഹിച്ചാലും,
എൻ്റെ ദൈവത്തിലോട് ചേർന്നിരിക്കുന്നത്, കർത്താവിൽ ചേർന്നിരിക്കുന്ന ദൈവമക്കൾക്ക് അതൊരു ആനന്ദമാണ്. യേശുവിനോട് ചേർന്നിരിക്കുന്നത് എത്ര മോദമേ. ആ ഗാനം നമ്മൾ ഓർക്കുമ്പോൾ ദൈവത്തോട് ചേർന്നിരിക്കുക എത്ര ആനന്ദം, എത്ര സന്തോഷമാണ് എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സമാധാനം, മൂന്നാമത്തെ നമുക്ക് ആ ഫലത്തെ കാണാൻ സാധിക്കും. സ്നേഹം, ആനന്ദം, സമാധാനം, ഇതെല്ലാം ഒരുവന് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. യേശു നമുക്ക് നൽകിയ ഒരു ഫലമാണ്, ഒരു അനുഗ്രഹമാണ് സമാധാനം. നമുക്ക് നൽകിയിട്ട് പോകുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം. ഒരുവൻ വിശ്വാസത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ സമാധാനം. വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ എത്ര വലിയ പ്രയാസത്തിൽ വന്നാലും കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭാരം ചുമക്കുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ്, എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മൾ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വൻ കൃപ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സമാധാനിപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ഒരു ഫലമാണ് സമാധാനം. 3 കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാൻ സാധിച്ചു. സ്നേഹം, ആനന്ദം, സമാധാനം. ഇതെല്ലാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഒരുവന് ലഭിക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകേണ്ട വസ്തുതകളാണ്, നമുക്കുണ്ടാകേണ്ട ഗുണങ്ങളാണ്, നമുക്കുണ്ടാകേണ്ട പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, നമ്മളിൽ ഉണ്ടാകേണ്ട ഫലങ്ങളാണ്, ഗുണങ്ങളാണ് ഈ ആദ്യമേ നമ്മൾ കണ്ട 3 കാര്യങ്ങൾ. അടുത്ത 3 ഗുണം നമ്മൾ വ്യാഖ്യാനിച്ചാൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്രകാരമാണ്. നമ്മൾ അവരിനോട് ഉണ്ടാകേണ്ട, മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായ 3 ഫലങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിതാണ് ക്ഷമ, ദയ, നന്മ. ക്ഷമ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം നമുക്ക് ഇപ്രകാരം കാണാം. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കും. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. അപ്പോൾ പരസ്പരം ക്ഷമിക്കുവാൻ കർത്താവ് നമ്മളോട് ക്ഷമിച്ച പോലെ നിങ്ങളും ക്ഷമിക്കണമെന്ന് നാഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമ്മളുണ്ടാകുന്ന ഗുണമാണ് നീ ക്ഷമിച്ചേ മതിയാവും. പത്രോസേ, നീ 70 വട്ടം ക്ഷമിക്കണം. എന്താ 70 വട്ടം? കൃപായുഗമുള്ള കാലഘട്ടത്തോളം, ദാനിയേൽ പ്രവചനം 70-ാമത്തെ ആഴ്ച പൂർത്തിയാകുന്നവരെ, അല്ലെങ്കിൽ അന്ത്യകാലം വരെയും ഈ കൃപായുഗം സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന കാലഘട്ടത്തോളം പിന്നെ നീ ആ സഭയുടെ കൂടെയാണ്, ക്രിസ്തുവിനോട് കൂടെയാണ്. എൻ്റെ അർത്ഥം നീ ക്ഷമിച്ചേ മതിയാകും. ക്രിസ്ത്യാനിയെ നീ ക്ഷമിച്ചേ മതിയാകത്തുള്ളൂ. ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നവനുണ്ടാകുന്ന വലിയൊരു ക്വാളിറ്റിയാണ് ക്ഷമ. കൊലോസ്യർ 3:13 നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അത് നമ്മൾ മറ്റൊരു വ്യക്തിയോട് നമുക്കുണ്ടാകേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമുക്കുണ്ടാകേണ്ട ഒരു സ്വഭാവമാണ് ക്ഷമ. നമ്മളെ കർത്താവ് വചനം പഠിപ്പിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങളാണെന്ന് നമ്മൾ സംസാരിച്ചുവല്ലോ. അടുത്തതായിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു കാര്യമാണ് ദയ. ദയ ഉണ്ടാകണം ഒരുവന്. പ്രഭാഷകൻ്റെ പുസ്തകം 17:22 നമുക്ക് വായിച്ചാൽ അത് മനസ്സിലാകും. 17:22 മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോദത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുകയാണ്. ദാനധർമ്മത്തെ, ഇതിനുള്ള ദയ കാണിക്കലിനെ മുദ്രമോതിരം എന്ന പോലെ കർത്താവ് വിലമതിക്കുകയാണ്. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടെ നിന്ന് കരുതുന്നു. അവനോട്, സഹോദരനോട് ഉള്ള കാരുണ്യത്തെ കർത്താവ് കൃഷ്ണമണി പോലെ അവിടെ നിന്ന് കരുതുന്നു എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതായത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നീ നമ്മളെ തന്നെ കരുതുന്ന പോലെ നിൻ്റെ അയൽപക്കത്തുള്ള നിൻ്റെ സഹോദരനെ കരുതണം എന്ന് നമ്മളെ പഠിപ്പിച്ചത് യേശു തന്നെയാണ്. നിന്നെ ദയയുള്ളവൻ ആയിരിക്കണം. അടുത്തതായിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു ഫലത്തെക്കുറിച്ച് 6-ാമതായിട്ട് നമുക്ക് കാണുന്നത് നന്മയെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. അപ്പോൾ വചനം നമ്മൾ ഓർപ്പിക്കണം, നന്മ ചെയ്യുന്നവനായിരിക്കണം, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നവനായിരിക്കണം. ദൈവിക ഫലം നിറഞ്ഞവൻ ഒരുവന് നന്മ ചെയ്യുന്ന സ്വഭാവമുള്ളവനായിരിക്കണം. മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് 2-ാമത്തെ ഗണത്തിൽ നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ഗണത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു, 2-ാമത്തെ ഗണത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ക്ഷമ, ദയ, നന്മ 3 കാര്യങ്ങൾ പറഞ്ഞു.
അടുത്ത ഒരു ഗണം ഇപ്രകാരം പറയുകയാണ്, നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ മുൻപിൽ എപ്രകാരം നമ്മൾ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് അടുത്ത 3 ഗണം പറയുന്നത്. നീ വിശ്വസ്തൻ ആയിരിക്കണം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വസ്തത പുലർത്താത്തവരെ, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല. വിശ്വസ്തത പുലർത്താത്തവരെ, ആരോടുള്ള വിശ്വസ്തത? ദൈവത്തോടുള്ള വിശ്വസ്തത. അപ്പോൾ 4ാമതായിട്ട് നമുക്ക് കാണേണ്ടത് വിശ്വസ്തത എന്ന വസ്തുതയാണ്. നീ ആദ്യം ആരോട് വിശ്വസ്തനായിരിക്കണം? ദൈവത്തോട് വിശ്വസ്തനായിരിക്കണം. ആ വിശ്വസ്തത എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ പോലും നിനക്ക് അത് അനുവർത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഓർപ്പിക്കണം, വിശ്വസ്തത ഇല്ലാത്തവരെ പറ്റി ഇവിടെ പറയാണ്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയല്ലേ. അപ്പോൾ ദൈവത്തോട് വിശ്വസ്തനായിരുന്നാൽ നീ ലോകത്തിൻ്റെ ഹിതത്തിന് നീ പോകത്തില്ല എന്ന് വചനം അവിടെ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്കുണ്ടാകേണ്ട ഒരു ഫലമാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സൗമ്യത എന്ന് പറയുന്നത്. 8ാമതായിട്ട് നമ്മൾ കാണുന്നത് സൗമ്യത എന്ന് പറയുന്നു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു, സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭനത്തിലാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. സൗമ്യതയോടെ ഒരു സഹോദരനെ വീണ്ടെടുക്കണം. സൗമ്യത എന്ന മനോഭാവത്തോടു കൂടി. സൗമ്യമായ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടായേ മതിയാകും. അതായത് ഒരു ക്രിസ്തീയ പൈതലിന്, ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട വലിയ ഒരു ഗുണമാണ് സൗമ്യനായിരിക്കണം. വചനപ്രകാരം നമ്മളോട് പറഞ്ഞില്ല, മോശ ഭൂമുഖത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായവൻ. കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ ഞാൻ നശിപ്പിക്കും. മോശ പറഞ്ഞു, കർത്താവേ, നീ അങ്ങനെ ചെയ്യരുത്. നീ അങ്ങനെ ചെയ്താൽ മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് ഈ ജനങ്ങളെ നീ കൊന്നു എന്ന് നിൻ്റെ ശത്രുക്കൾ അവിടെ പറയും. ഭൂമുഖത്തിൽ വെച്ച് ഏറ്റവും സൗമ്യനായ വ്യക്തിയായിരുന്നു മോശയെക്കുറിച്ച് പറയുന്നത്. മോശയുടെ ക്വാളിറ്റികളിലൊന്നാണ് ഏറ്റവും സൗമ്യനായ വ്യക്തി. സൗമ്യത ഒരു ഫലമാണ് എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് ആത്മസംയമനത്തെപ്പറ്റി ഫലം, ആത്മസംയമനം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ ജയത്തെ അവിടെ കാണിക്കുന്നു. കർത്താവിൻ്റെ കൃപ, ആത്മസംയമനം നിൻ്റെ ഇന്ദ്രിയത്തെ നീന്തണം. കർത്താവിൻ്റെ സമാധാനത്തിലും കൃപയിലും വർത്തിച്ചുകൊണ്ട് ദൈവാത്മാവിൻ്റെ സമാധാനം ഇരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിൻ്റെ അരമനയിൽ അവിടെ വലിയ വിചാരണ നേടുമ്പോഴും കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ എന്ന പോലെ അവൻ സൗമ്യനായി, അവൻ ആത്മസംയമനത്തോടെ, അവൻ ക്ഷമയോടെ അവരുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് അവിടെയെല്ലാം താൻ ആരെന്നുള്ള ബോധ്യം വളരെ വ്യക്തമാണ് ഒരു ദൈവത്തിന്. കർത്താവിനെ എന്ന പോലെ കർത്താവിൻ്റെ പൈതലായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഒരുവൻ പ്രലോഭനങ്ങളിലും പ്രലോഭനങ്ങളിലും തിന്മയിൽ നിന്നും നിയന്ത്രണത്തോടെ ഒരു ആത്മീയ മതിൽ അവനിൽ ഉണ്ടാകണം. ഒരു ആത്മീയ വേലി, അതായത് പാപത്തിൻ്റെ സ്വാധീനങ്ങൾ ആത്മീയ വേലി കടന്ന് ഒരുവനിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ തക്കണം അവൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ആത്മസൗമ്യങ്ങളെ, അവൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 2-ാം വാക്യം കുറിച്ച് നമ്മൾ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം കാണാൻ സാധിക്കും. കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്, ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളുന്ന ദൈവഭയത്തിൻ്റെ ആത്മാവ്. അവിടെ നമുക്ക് 7 കൂട്ടം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ജ്ഞാനത്തിൻ്റെ ദാനത്തെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ദാനങ്ങളിൽ ഏറ്റവും വലിയ ദാനമാണ് ജ്ഞാനം. ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലം സ്നേഹമാണെങ്കിൽ ദാനങ്ങളിൽ ഏറ്റവും വലുത് ജ്ഞാനമാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. യേശുവിൽ ഒളിഞ്ഞു കിടക്കുന്ന ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി യേശുവിലാണ് എന്ന് വചനം പറയുക. പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു, അത് എന്നേക്കും അവിടുത്തോട് കൂടെയാണ്. ജ്ഞാനം അത് ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം നമ്മളെ ഓർപ്പിക്കുകയാണ്.
ജ്ഞാനം അത് ദൈവം നൽകുന്നതാണ്. ദൈവാത്മാവിൻ്റെ ദാനമാണ് ജ്ഞാനമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു ദാനമാണ് ബുദ്ധി അല്ലെങ്കിൽ വിവേകം. ബുദ്ധിപൂർവ്വം പെരുമാറണം വിവേകത്തോടെ. നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകമുള്ളവരാകണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിച്ചിട്ടുണ്ട്. ആ വചനം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് നീ വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വമുള്ള പെരുമാറ്റം. മൂന്നാമതായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശം അല്ലെങ്കിൽ ആലോചനയെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആലോചനകളോടെ ഉപദേശത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളത്. യെശയ്യാ 30:21 വാക്യം ഇപ്രകാരം കാണാം, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾക്ക് പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ദൈവത്തിൻ്റെ ആലോചന പ്രകാരമാണ് ഒരു ദൈവ പൈതൽ മുന്നോട്ട് പോകേണ്ടത്. ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ കർത്താവിനോട് ആലോചിച്ചു കൊണ്ടുള്ള നിൻ്റെ നീക്കങ്ങളാണ് അനുഗ്രഹം പ്രാപിക്കുക. മോശനെ കണ്ടുപിടിക്കാം. സമാഗമന കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് എങ്ങോട്ട് യാത്രയാകുന്നു, ദൈവത്തിൻ്റെ മഹത്വം എപ്പം ഉയരുന്നു, അപ്പോൾ അവർ പോകാനായിട്ട് യാത്ര ചെയ്യും. ദൈവം പോകുന്ന കൂടെ മാത്രമേ പോകത്തുള്ളൂ. എന്ത് കാര്യവും ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് മാത്രം പ്രവർത്തിക്കുന്ന മോശ തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഉദാഹരണം. നീ ദൈവത്തോടുള്ള ആലോചന, ദൈവസ്വരം ശ്രവിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. സങ്കീർത്തനം 32:8 വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇതാ പറയുകയാണ്, ഞാൻ നിന്നെ ഉപദേശിക്കാൻ, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ദൈവം നടത്തണം ഒരു ദൈവ പൈതലിനെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദാനമാണ് നിന്നെ ഉപദേശവും ആലോചനയും. ഇതാ ദൈവത്തിൻ്റെ ദാനമാണ് നിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തി മുന്നോട്ട് കൊണ്ടുപോകണം. നാലാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശക്തിയാണ്, ഫോർട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ കറേജ്. നിനക്കുള്ള ധൈര്യം, പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും യേശുവിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദിമസഭ വിശ്വാസത്തിൽ കടന്നു വരുമ്പോൾ അവർക്കറിയാം താൻ തൻ്റെ തന്നെ മരണവാറണ്ടിലാണ് ഒപ്പിടുന്നത്. ഒരു വിശ്വാസിയാകുമ്പോൾ അവനറിയാം കൊലോസിയത്തിൽ അല്ലെങ്കിൽ റോമൻ സൈന്യങ്ങൾ തന്നെ പിടിച്ചു കൊണ്ടുപോകും, തന്നെ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ. എന്തുകൊണ്ടാണ്? ദൈവത്തിലുള്ള കറേജ്, ധൈര്യമാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് അവൻ ധൈര്യത്തോടെ നിന്ന് പ്രവർത്തിക്കുന്ന ആദിമസഭ വിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവ് കൊടുത്ത ധൈര്യത്തിൽ പത്രോസും പൗലോസും ഒക്കെ വിജാതീയ ദേശങ്ങളിൽ നിന്ന് ധൈര്യത്തോടെ യേശുവിനെ പ്രഘോഷിച്ചു. ദേവാലയത്തിൽ ചെന്ന് ശിഷ്യന്മാർ ധൈര്യത്തോടെ യേശുവിനെ പ്രഘോഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് ധൈര്യം എന്നുള്ളത്. അഞ്ചാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ അറിവ്. കർത്താവിൻ്റെ അറിവിനാൽ, സ്വർഗീയ വെളിപ്പെടുത്തിനാൽ ദൈവത്തിൻ്റെ അറിവിന് വേണ്ടിയിട്ട് ദാഹിക്കണം. അറിവ് സ്വർഗത്തുനിന്ന് ലഭിക്കണം. ദൈവവും മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരുവന് കിട്ടുന്ന ഉൾക്കാഴ്ച, ഒരുവന് ദൈവം നൽകുന്ന ഉൾക്കാഴ്ച, അത് അറിവായിട്ട്, ആ ഉൾക്കാഴ്ചയാണ് നമുക്കിവിടെ അറിവായിട്ട് കാണാൻ സാധിക്കുന്നത്. അത് ദൈവിക ദാനമാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആറാമതായിട്ട് ദൈവഭക്തിയെ കാണാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള അപാരമായ ആഴമേറിയ സ്നേഹമാണ് ദൈവഭക്തി. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഉള്ള അഗാധമായ അടുപ്പം, കർത്താവിനോടുള്ള ആ തീക്ഷ്ണത, അവനുള്ള എരിവ്, ഇത് പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. ഒരുവൻ സ്വയമേ ലഭിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവഭക്തിയുടെ ദാനം നിനക്ക് തന്നെങ്കിൽ മാത്രമേ ഭക്തിപൂർവ്വം ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും സാധിക്കത്തുള്ളൂ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏഴാമതായിട്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനമാണ് അത് ദൈവഭയം. എന്താണ് ദൈവഭയം? ദൈവത്തിൻ്റെ കൺട്രോളിൽ നടക്കുക, ദൈവത്തോടുള്ള ആ രക്ഷാകരമായ ഒരു ഭയം അല്ലെങ്കിൽ കർത്താവിനുള്ള വിശ്വസ്തത, ദൈവഭയം, ദൈവത്തോടുള്ള ആഴമേറിയ അടുപ്പവും ദൈവത്തിൻ്റെ കൺട്രോളിൽ നടക്കുക എന്നുള്ളതാണ്. അതൊരു രക്ഷാകരമായ ഭയം അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള ആ അടുപ്പത്തിൽ കർത്താവിനോടുള്ള ഫിയർ ഓഫ് ദ ലോർഡ്, ദൈവത്തോടുള്ള തീക്ഷ്ണതയും അവിടുത്തെ കൺട്രോൾ ആയിരിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ, ഈ ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജ്ഞാനം ലഭിക്കത്തുള്ളൂ, കർത്താവിൻ്റെ വിവേകവും ബുദ്ധി ലഭിക്കത്തുള്ളൂ, ഉപദേശം, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ, ആലോചന നമുക്ക് ലഭിക്കത്തുള്ളൂ, ദൈവിക ശക്തി നമുക്ക് ലഭിക്കത്തുള്ളൂ, അറിവ് ലഭിക്കത്തുള്ളൂ, ദൈവഭക്തി ലഭിക്കത്തുള്ളൂ, ദൈവഭയം നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ 7 കൂട്ടം ദാനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഫലങ്ങളും ദാനങ്ങളും
ഒരുവനിൽ സ്വയമായിട്ട് ഉണ്ടാകേണ്ടത്, ഒരുവനിൽ ലഭിക്കേണ്ട ഒരു വസ്തുതയാണ്. അതൊരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ ലഭിക്കണം. ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ ലഭിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? 9 കൂട്ടം ഫലങ്ങളെ നമ്മൾ കണ്ടു, 7 കൂട്ടം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ കണ്ടു. ഇതെല്ലാം ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട വസ്തുതകളാണ്, ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ട കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് ഈ 2 കാര്യങ്ങളും, ഫലങ്ങളും ദാനങ്ങളും. എന്നാൽ അടുത്ത ഒരു 12 കൂട്ടം കാര്യങ്ങൾ ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, ദ ഗ്രേസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളതാണ് കൃപാവരങ്ങൾ. അപ്പോൾ ഫലങ്ങളും ദാനങ്ങളും ഒരുവനില്ലാതെ അവന് കൃപാവരങ്ങൾ കിട്ടിയിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഫലദാനങ്ങളില്ലാതെ ഉണ്ടാകാതെ കൃപാവരദാനങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കത്തില്ല. അതായത് ആദ്യം അവനവനിൽ ഈ ക്വാളിറ്റി ലഭിച്ച ശേഷമേ ഒരുവനിലേക്ക് നമുക്കത് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അവനവനിൽ സ്നേഹമുണ്ടെങ്കിലേ അവരിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. ക്ഷമ എന്ന ആ ഫലം നമ്മളുണ്ടെങ്കിൽ മാത്രമേ അവരിന് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നിൽ ജ്ഞാനം, വിവേകവും, അറിവും, ശക്തിയും ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആ ദാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരിനോട് എനിക്കത് കൊടുക്കുവാനായിട്ട് പകർന്നു കൊടുക്കാനും അവരിൻ്റെ മധ്യ അത് പകർന്നു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പല ദാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ കൃപാവരങ്ങൾ, ദൈവത്തിൻ്റെ കൃപാവര ശക്തികൾ അത് ഒരുവനിൽ ഉണ്ടാകത്തുള്ളൂ. അതെല്ലാം സമൂഹത്തിനും മറ്റ് സഹോദരങ്ങൾക്കും വേണ്ടിയാണ് ആ വരങ്ങളെ ദൈവം തന്നിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു: അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി, കൃപാവരങ്ങളെ നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണമാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തെ, ശരീരത്തെ പണിതുയർത്താൻ വേണ്ടിയാണ് കൃപാവരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ കൃപാവരം നൽകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനാണ് എന്ന് വചനം അവിടെ ഓർപ്പിക്കുന്നു. അത് ശുശ്രൂഷകരെ, വിശുദ്ധരെ അത് പരിപൂർണരാക്കുന്നത് വചനം പറയുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ അത് പണിതുയർത്തുന്നു. 1 കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 11 വരെ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപാവരദാനങ്ങളെക്കുറിച്ച് അവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളോടെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14, 15, 16, 17 വാക്യങ്ങളിൽ കർത്താവിൻ്റെ കൃപാവരദാനങ്ങളെക്കുറിച്ചും നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും: ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരു രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. വിശ്വാസത്തിൻ്റെ വരം നമുക്കവിടെ കാണാൻ സാധിക്കും. രോഗശാന്തിക്കുള്ള വരത്തെ കാണാൻ സാധിക്കും. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തി, പ്രവചനവരം, ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവ്, വേറൊരു ഭാഷാവരം, വേറൊരു വ്യാഖ്യാനത്തിനുള്ള വരവും ആത്മാവ് നൽകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 12 വരദാനങ്ങളെക്കുറിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്: വിശ്വാസത്തിൻ്റെ വരം കൊരിന്തോസിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. ഭാഷാവരത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം അത് 16-ാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നു. കൊരിന്ത്യരുടെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ഭാഷാവരത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. വ്യാഖ്യാനത്തിൻ്റെ വരം, ഭാഷയും വ്യാഖ്യാന വരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കൊരിന്ത്യരുടെ പുസ്തകത്തിൽ അത്ഭുതത്തിൻ്റെ വരം, കൃപാവരങ്ങളെക്കുറിച്ച് വചനം ഇപ്രകാരം പറയുന്നു. 12 കൃപാവരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങളെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഒന്നാമതായി വിശ്വാസം, ഭാഷാവരം, വ്യാഖ്യാനപരം, അത്ഭുതവരം, ദർശനവരം, ആത്മാക്കളെ വിവേചിച്ചറിയൽ, അധ്യാപനം അല്ലെങ്കിൽ പ്രബോധനം, പ്രസംഗം, ശുശ്രൂഷയുടെ വരങ്ങൾ, വിടുതൽ ശുശ്രൂഷ, ഡെലിവറൻസിൻ്റെ വരങ്ങൾ, രോഗസൗഖ്യവരം, പ്രവചനവരം, ഉപദേശത്തിൻ്റെ വരം. ഇതിങ്ങനെയുള്ള 12 വരദാനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ 9 മുതൽ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ വരത്തെ വളരെ വ്യക്തമായി പറയുന്നു. വേറൊരു രോഗശാന്തിയുടെ വരം, ഒരു അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തി, മറ്റൊരു പ്രവചിക്കാനുള്ള ശക്തി, ഒരുവൻ ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവ്, വേറൊരു ഭാഷാവരം, വേറൊരു വ്യാഖ്യാനത്തിൻ്റെ വരം,
ആത്മാവ് നൽകുന്നു എന്നും വളരെ വ്യക്തമായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശുശ്രൂഷ നിർവഹണത്തിലും അധ്യാപനപരം അധ്യാപനത്തിലും ഉപദേശത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദാനം ചെയ്യുന്നവൻ ഔദാര്യത്തോടെയും നേർക്ക് നൽകുന്നവൻ തീക്ഷ്ണതയോടെയും കരുണ കാണിക്കുന്നവൻ പ്രസന്നതയോടെയും പ്രവർത്തിക്കട്ടെ. കൃപാവരങ്ങൾ ശുശ്രൂഷാവരങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് റോമർക്കെഴുതിയ ലേഖനം അവിടെ നമ്മളോട് സംസാരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ, വിശ്വസിക്കുന്നവർ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, യേശുവിൻ്റെ 3.5 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ യേശു നിർവഹിച്ച ഈ ശുശ്രൂഷകളാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വരദാനങ്ങളും യേശുവിൻ്റെ ശുശ്രൂഷയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശ്വാസത്തോടെ യേശു പ്രാർത്ഥിക്കുന്ന അത് നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറുക തന്നെ ചെയ്യും. ഭാഷകളിൽ സംസാരിക്കുന്ന വിവിധ ഭാഷകളിൽ ഭാഷാപരത്തിൽ സംസാരിക്കുന്നത് പ്രാർത്ഥന. നമുക്കറിയാം, ദൈവത്തോടുള്ള പ്രാർത്ഥനയെ പഠിപ്പിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 8 പറയുന്നു, അവാച്യമായ നെടുവീർപ്പിൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭാഷകളിൽ വിവിധ പരിശുദ്ധാത്മാവ് നൽകുന്ന ഭാഷകൾ സംസാരിക്കാൻ, ദൈവത്തോടുള്ള സംസാരിക്കുവാൻ, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷകൾ സംസാരിക്കാൻ ദൈവം നൽകുന്ന ദാനമാണ്, കൃപാവരമാണ് ഭാഷയുടെ വരം. വ്യാഖ്യാനത്തിൻ്റെ വരം, വ്യാഖ്യാനങ്ങളെ നൽകുന്ന ദൈവം, ഭാഷാ പ്രവചനങ്ങളെ വ്യാഖ്യാനവരങ്ങൾ നൽകുന്ന ദൈവം. നമുക്ക് പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ പ്രവാചകന്മാർ അത് വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. ദർശനങ്ങളെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. വ്യാഖ്യാനത്തിൻ്റെ വരം. അത്ഭുതം പ്രവർത്തിക്കുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന അത്ഭുത പ്രവർത്തനത്തിൻ്റെ വരം യേശു നടത്തിയ ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ ആത്മാക്കളെ വിവേചിച്ചറിയൽ. പിശാച് അവൻ ദൈവത്തിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് അവനെ എതിരേറ്റപ്പോൾ അവരോട് കർശനമായി താക്കീത് ചെയ്തു. വളരെ ആത്മാവേതെന്നും ഇത് ഭൂതമാണെന്നും യേശു വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞതുകൊണ്ട് അവിടെ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ഫരീസയർ അല്ലെങ്കിൽ ഫരീസയർ അവിടെ ചതിയോടുകൂടി വരുമ്പോൾ, യേശുവിനെതിരെ വരുമ്പോൾ വിവേകത്തോടുകൂടി അവനുള്ളിൽ ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ ആ വിവേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യേശുവോടെ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ അധ്യാപനം പ്രബോധനത്തെ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് നടത്തിയ ശുശ്രൂഷയാണ് മലയിലെ ഗിരിപ്രഭാഷണം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, യേശു നടത്തിയ പ്രസംഗങ്ങൾ, അവൻ സ്വർഗത്തിൻ്റെ മൂല്യങ്ങൾ, സ്വർഗത്തിൻ്റെ വചനങ്ങൾ തൻ്റെ മക്കൾക്ക് നൽകിക്കൊണ്ട് ദൈവരാജ്യത്തിലേക്ക് നൽകിയ പ്രബോധനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ്റെ ശുശ്രൂഷ, പരസ്യ ജീവിതത്തിലെ ശുശ്രൂഷ രീതികൾ, അത് ദൈവരാജ്യത്തിൻ്റെ വേലയെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മിഷണറി ആയിട്ട് ദൈവപുത്രൻ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള 3.5 വർഷത്തെ ശക്തിയേറിയ ദൈവിക ശുശ്രൂഷ, തിരക്കേറിയുകൊണ്ട് അനേക സ്ഥലത്ത് വചനത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവൻ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെ ജനങ്ങൾ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. ശക്തിയേറിയ ശുശ്രൂഷ നിർവഹിക്കുന്ന യേശുവിനെ കാണാനായിട്ട് സാധിക്കും. വിടുതൽ ശുശ്രൂഷ, കർത്താവ് നടത്തിയ വിടുതൽ ശുശ്രൂഷകൾ വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഗണേശ്വരുടെ നാട്ടിൽ ചെന്ന് ലഗിയോൻ ബാധിച്ചവരെ സൗഖ്യപ്പെടുത്തുന്ന ആ കർത്താവിൻ്റെ വിടുതൽ ശുശ്രൂഷ. അനേക സ്ഥലങ്ങൾ പൈശാചിക ബാധയായിട്ട് വരുന്നവരെ വിടുതൽ നൽകി സൗഖ്യം നൽകുന്ന ദൈവം. പിശാചിനെ ബഹിഷ്കരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷ, ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ യേശു നടത്തിയ ശുശ്രൂഷയാണ്. രോഗസൗഖ്യങ്ങൾ, മരിച്ചവനെ ഉയർത്തി, തളർവാദ രോഗിയെ ഉയർത്തി, കണ്ണ് കാണാത്തവനെ കാഴ്ച നൽകി, മുടന്തനെ നടത്തിമാറാക്കി കർത്താവ് നൽകിയ ശുശ്രൂഷയാണ് രോഗസൗഖ്യം. പ്രവചനം ശുശ്രൂഷ, ജെറുസലേമിനെ കുറിച്ച് കർത്താവ് ദേവാലയത്തെക്കുറിച്ച് പ്രവചിക്കുന്ന കാണാം. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് തകർന്നു പോവും. യേശു പറഞ്ഞത് AD 70 അതുപോലെ തന്നെ നടന്നു. പ്രവചനങ്ങൾ, ദൈവമാണ് നമുക്ക്, യേശുവാണ് ഇത് നമുക്ക് നൽകിയത്, പ്രവചനവരം. അതുപോലെ ഉപദേശത്തിൻ്റെ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഉപദേശത്തിൻ്റെ വരം കർത്താവാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കൃപാവരദാനങ്ങളെല്ലാം യേശു എന്ത് ശുശ്രൂഷ ചെയ്തോ, യേശു പറഞ്ഞു, ഞാൻ ചെയ്തവ എൻ്റെ ശിഷ്യനും ചെയ്യും, ഞാൻ
ഞാൻ സ്വർഗത്തിൽ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി കൂടെ നിൽക്കുന്നു, അതിനേക്കാൾ വലിയവ അവർ ചെയ്യും. യേശു നൽകിയ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ കൃപാവരദാനങ്ങൾ. ഈ ശുശ്രൂഷ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യം പടുതുയർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വചനം നമ്മളെ ഓർപ്പിക്കുമ്പോൾ കൃപാവരദാനങ്ങൾ, ഇതാ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരദാനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന്, കർത്താവിൻ്റെ സഭയെ, ശരീരത്തെ പടുതുയർത്താനും അത് ശുശ്രൂഷകരെ ബലപ്പെടുത്താനും അവരെ വിശുദ്ധരെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ളതാണെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ഫലദാന വരങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിയിട്ടുള്ള, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, ദൈവം നമുക്ക് നൽകുന്ന ഫലദാന വരങ്ങളെ സ്വീകരിക്കാതെ, അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഫെസസിലുള്ള വിശ്വാസികൾ ഇപ്രകാരം പറഞ്ഞ പോലെ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയ പോലുമില്ല എന്ന് പറഞ്ഞ പോലെയാണ് പലരുടെ സ്ഥിതി. ദൈവത്തിൻ്റെ ആത്മാവ് എന്തെന്നോ അതിൻ്റെ ഫലദാന വരങ്ങൾ എന്തെന്നോ അറിയാത്ത ക്രിസ്തീയ ജനങ്ങളാണ് ഈ നാട്ടിൽ നമുക്ക് ഭൂരിഭാഗമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്ക് പോലും ഇതറിയാതിരിക്കെ വിജാതീയനോട് ഇതെങ്ങനെ സംസാരിക്കാൻ സാധിക്കും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിച്ചോ, ലോകം മുഴുവൻ നീ നേടി, ആത്മാവിനെ നേടിയില്ലെങ്കിൽ എന്ത് പ്രയോജനമെന്ന് വചനം നമ്മളെ ഇന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവ് പ്രിയരെ, നമുക്കറിയാം 10 കന്യകമാരുടെ ഉപമയിൽ കർത്താവ് തന്നെ നമ്മളോട് പറയുകയാണ്, മണവാളൻ മണവാട്ടിയെ സ്വീകരിക്കാൻ വരുമ്പോൾ അവിടെ 5 പേരുടെ കയ്യിൽ വിളക്കുണ്ട്, ആ വിളക്കിൽ എണ്ണയുണ്ട്, എണ്ണയിൽ തീയുണ്ട്. വിളക്ക് ക്രിസ്തീയ ജീവിതമാണ്. നമുക്കറിയാം, വിളക്ക് കൊളുത്തി അത് തണ്ടിന്മേലാണ് വെക്കേണ്ടത്, അനേകർക്ക് അത് പ്രകാശം പകർത്തണം. ആ വിളക്ക് ക്രിസ്തീയ ജീവിതം പ്രിൻസിപ്പിൾ തന്നെയാണ്. അതിലിരിക്കുന്ന എണ്ണ വചനമാകുന്നതാണ്. ആ എണ്ണ, ആ വചനത്തിൽ ഉണ്ടെങ്കിൽ അതിൽ കത്തുന്ന ഒന്നാണ് തീയാകുന്ന പരിശുദ്ധാത്മാവ്. കർത്താവ് പ്രിയരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ 10 പേര്. എന്നാൽ അതിൽ 5 പേർക്ക് ആത്മാവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മണവാളൻ അവരെ സ്വീകരിച്ചില്ല. എന്നാൽ ബാക്കി 5 പേര് എപ്രകാരമുള്ളവരാണ്? ഒരു വചനത്തിലും പരിശുദ്ധാത്മാവും ഉള്ളവരെ മാത്രമേ മണവാളൻ സ്വീകരിച്ചിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ സ്വർഗരാജ്യത്തേക്ക് പോകാൻ ഒരുവനും സാധിക്കത്തില്ല. കർത്താവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ നിന്നിലില്ലെങ്കിൽ, കൃപാവരങ്ങളെ നീ പ്രവർത്തിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്നിൽ ബലപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പോകാൻ സാധിക്കത്തില്ല. കർത്താവ് പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കാലം അവസാന കാലഘട്ടത്തേക്ക് കടന്നു. ജോയൽ പ്രവചനം പോലെ ആ നാളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, അവർ പ്രവചിക്കും, അവർ ദർശനങ്ങൾ കാണും. ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കേണ്ട സമയമാണ്. എഫേസ്യർ പറഞ്ഞ പോലെ ആയിരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ ആയിരിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഫലദാന വരങ്ങൾ നിറഞ്ഞുകൊണ്ട്, ആ കർത്താവിൻ്റെ കൃപാവരങ്ങൾ നിറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങൾ നിറയും. ശക്തി ലഭിക്കാതെ നീ ജെറുസലേം വിട്ട് പോകരുത്. ശക്തിയെ സ്വീകരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുക. ദൈവത്തിൻ്റെ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം നമ്മളെല്ലാവരും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.